ഇപ്പൊ ഒരു തരം നിലവാരമുള്ള ഹാസ്യം ഇല്ലാത്ത ഹാസ്യം അങ്ങനെയൊക്കെ തിരിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അതിനൊരു തിയേറ്റർ ലാംഗ്വേജ് ഉണ്ട്, ഒരു രംഗഭാഷ ഞാനാണ് ആദ്യമായിട്ട് കൊടുത്തത്. ഊണിന് ഇപ്പൊ 10 റുപ്യ അന്നത്തെ കാലത്ത് ഒരു കല്ലും കൂടി കൊടുക്കും. എന്താ കല്ലെന്ന് വെച്ചപ്പോ കല്ലുള്ള ചോറിന് കല്ലുള്ള കാശ്. 92 മുതലേക്ക് പറയാൻ വേദി കൂടി അതിന്റെ എണ്ണ നഷ്ടപ്പെട്ടു. അതിലൊരാള് ചോദിച്ചു, ഈ വണ്ടി വന്നിട്ട് എത്ര കാലമായി ഉണ്ടാവും? മറ്റേ ആള് പറഞ്ഞു ഒരു 60 കൊല്ലമായി ഉണ്ടാവും. കമ്പാർട്ട്മെന്റ് കണ്ട ഒരു 600 കൊല്ലത്തെ പഴക്കമുണ്ട്. പിന്നെ 90 കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കാളയുടെ കൊമ്പ് തിരക്കിട്ടില്ല, കാളയുടെ കൊമ്പ് തിരക്കിട്ടില്ല, കാളയുടെ കൊമ്പ് കാണാൻ എന്തൊരു രസം എന്ന് പറഞ്ഞിട്ട് ഈ കൊമ്പിന്റെ ഉള്ളിൽ കൂടെ തലയിട്ട് ഒരാള് പെട്ടെന്ന് അവിടെ ഇരുന്നു. എന്തോ പാമ്പ് കടിച്ചു കൊണ്ട് അവിടെ ഇരുന്നു. 3ാമത്തെ പടാണ് എനിക്കൊരു ബ്രേക്ക് എന്ന ലോഹിദാസിന്റെ കസ്തൂരി. അല്ല, അച്ഛന്റെ വേഷമാണ് എനിക്കൊരു മേൽവിലാസം ഉണ്ടായിരുന്നു. എനിക്ക് മേൽവിലാസം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ മന്ത്രിമാര്, അത് ഈ കേന്ദ്രമന്ത്രി കേരളമന്ത്രി വ്യത്യാസമില്ല, മന്ത്രിമാരുടെ ഈ അകമ്പടിയോടുള്ള പോക്കുണ്ട്. അതിനെ വേറൊരു തരത്തിലെ கொஞ்சம் പേര് വർണ്ണിച്ചിട്ടുണ്ട്. വെൽക്കം ടു സ്റ്റോറി ഷോ. സ്റ്റോറി ഷോയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാള കലാരംഗത്ത് നാടക നടനും ചലച്ചിത്ര നടനും അതോടൊപ്പം ഫലിത പ്രഭാഷകനുമായ നമ്മുടെ സ്വന്തം നന്ദകിഷോർ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം സാർ? സുഖായിരിക്കണോ? ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സാറിനെ കാണുന്നത്. എന്ത് പറയണു? സുഖായിരിക്കണു. ഫലിതം തന്നെ പറയുന്നു. ശരിക്കും ഫലിതം കൊണ്ട് ആളുകളെ കയ്യിലെടുക്കുന്ന ഒരു വ്യക്തി. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫലിത പ്രഭാഷണത്തിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? അത് എനിക്ക് വളരെ കുട്ടിക്കാലം മുതൽക്ക് ഈ ഹാസ്യം ഭയങ്കര താല്പര്യമാണ്. അത് എല്ലാ തരത്തിലുള്ള ഹാസ്യവും, ഇപ്പൊ ഒരു തരം നിലവാരമുള്ള ഹാസ്യം ഇല്ലാത്ത ഹാസ്യം അങ്ങനെയൊക്കെ തിരിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്ത് ചിരിപ്പിക്കുന്ന സാധനം എനിക്ക് കുട്ടിക്കാലം മുതൽക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ വന്ന് ഞാൻ ഈ തൃശ്ശൂര് റൂട്ട് എന്ന് പറഞ്ഞൊരു നാടക സംഘം ഉണ്ടായിരുന്നു. അവിടെ 1986 റൂട്ട്, അതിന്റെ ഡയറക്ടറും അതിന്റെ എല്ലാം ആയിരുന്ന ആള് ജോസ് ചിറമൽ എന്ന് പറയുന്ന ആളാണ്, നാടക സംവിധായകൻ. ഞങ്ങള് ജോസേട്ടൻ വിളിക്കും. അപ്പൊ ഈ ജോസേട്ടൻ അല്ലെങ്കിൽ ജോസ് ചിറമല് മുദ്രാരാക്ഷസം എന്നൊരു നാടകം, സംസ്കൃത നാടകം മലയാളത്തിലേക്ക് വരുത്തുന്ന സംവിധാനം ചെയ്തു. അത് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നാട്യ സമാരോഹ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതില് അവതരിപ്പിക്കാനാണ് ഡൽഹിയില്. അതിനു മുമ്പ് ഇന്ത്യ 4 മേഖലയ്ക്ക് തിരിച്ചിട്ട് തെക്കേ മേഖല മദ്രാസിലാണ്. അവിടെ ഒരു നാടക ഉത്സവം നടത്തും, സൗത്ത് സോൺ തിയേറ്റർ ഫെസ്റ്റിവൽ. തെക്കൻ മേഖല നാടകോത്സവം അതിന്റെ പേര്. അതിൽ മുദ്രാക്ഷം കളിക്കാൻ വേണ്ടി അതിൽ സൂത്രധാരന്റെ വേഷം ഞാൻ കളിച്ചു. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് ചാക്യാർ കൂത്ത് പഠിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് വരുന്നത്. അതിന് മുമ്പ് വല്ലച്ചിറയുടെ സ്വദേശം. അപ്പൊ അവിടെ കളിയരങ്ങ് എന്ന് പറഞ്ഞൊരു കലാനാടക പഠന സംഘം ഉണ്ട്. അതിന്റെ ക്യാപ്റ്റന്മാരൊക്കെ ഇപ്പൊ വലിയ ആൾക്കാരായി. ഒന്ന് പ്രിയാനന്ദൻ സംവിധായകൻ, പിന്നെ ശശിധരൻ നടുവിൽ, അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഇതായിട്ട് ബന്ധപ്പെട്ട് ജോസേട്ടനെ ബന്ധപ്പെട്ട് പിന്നെ ഞാൻ 92 എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജോലി കിട്ടി. അപ്പൊ 91 ജോലി കിട്ടി. 92 ജൂൺ 1-ാം തീയതി ഞാൻ നമ്പൂരി ഫലിതങ്ങൾ എന്ന് പറയുന്ന ഒരു അത് കുഞ്ഞുണ്ണി മാഷർ കളക്ഷൻ, അത് മൈഥിയമല ചില കഥകളും ചേർത്തൊരു 1 മാൻ ഷോ എടുത്ത് തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അതിനെനിക്ക് കോഴിക്കോട്ടുള്ള ഒരു നാടകൃത്തും ഇപ്പോൾ നാടക സംവിധായകനും നാടക പരിശീലനം നടന്മാരെ പഠിപ്പിക്കുന്ന ആളായ ജയപ്രകാശ് കുളൂർ എന്ന് പറഞ്ഞൊരാളുണ്ട്. അദ്ദേഹമായിട്ട് ഞാൻ നിരന്തരം ബന്ധം പുലർത്താറുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഉപദേശം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ഇതിന്റെ അവതരണത്തിൽ തീർച്ചയായിട്ടും സമകാലീന സംഭവങ്ങളാണ് കൂടുതലും ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഈ നമ്പൂരി ഫലിതങ്ങൾ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് മാത്രം, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ബ്ലൂ പ്രിന്റ് മാത്രം. അതിൽ നിന്ന് നമ്മള് സമകാലിക സംഭവമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. രസകരമായിട്ടുള്ള ഹാസ്യരൂപത്തിൽ അതിനെ അവതരിപ്പിച്ചിട്ടുള്ള അതിനൊരു തിയേറ്റർ ലാംഗ്വേജ് ഉണ്ടാക്കി, ഒരു രംഗഭാഷ ഞാനാണ് ആദ്യമായിട്ട് കൊടുത്തത്. അതൊരു ഏകാഭിനയ 1 മാൻ ഷോ ആയിരുന്നു. കാരണം കേരള അതിനൊരു ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ജയപ്രകാശ് കുളൂർ സാർ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഒരു അഭിനേതാവ് എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ നമ്മൾ 1 മാൻ ഷോ ചെയ്യണം. അവിടെ നമ്മൾ മാത്രമേ രംഗത്തുള്ളൂ. അവിടെ നമ്മുടെ എല്ലാ കഴിവുകളും അവിടെ പ്രകടിപ്പിക്കാം. അതൊരു കാരണം. പിന്നെ 2ാമത്തെ കാരണം ഞാൻ തന്നെ കണ്ടെത്തിയത് കേരളത്തിന്റെ തനത് ഹാസ്യ രൂപങ്ങൾ. ചാക്യാർ കൂത്ത് 1 മാൻ ഷോ ആണ്. മിഴകൂട്ടൊരാളുണ്ടാവും, പക്ഷെ അഭിനയിക്കാൻ ഒരാളേ ഉള്ളൂ. കൂടിയാട്ടത്തിൽ അനവധി പേരുണ്ടാവും, പക്ഷെ കൂത്തില് ഒരാളേ ഉള്ളൂ. അതുപോലെ ഇത് പാഠകം എന്നൊരു രൂപം, പുരാണ കഥകളെ ലളിതമായിട്ട് പറയും, അതിലും ഒരാളേ ഉള്ളൂ. ഓട്ടം തുള്ളല്, അതിലും ഒരാളെ, പാട്ടുകാരുണ്ടെങ്കിലും അഭിനയിക്കാൻ ഒരാൾ. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ
കേരളത്തിന്റെ ഹാസ്യരൂപങ്ങളൊക്കെ വൺ മാൻ ഷോ ആണ്. എന്നാ പിന്നെ ഇത് നമ്പൂരി ഫലിതങ്ങളും വൺ മാൻ ഷോ ആവട്ടെ എന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ തുടങ്ങി. അതെ, ഇപ്പൊ കലോത്സവ വേദികളിലൊക്കെ ഇപ്പോ ഓട്ടംതുള്ളലിനൊക്കെ കുട്ടികളുണ്ടെങ്കിലും ചാക്യാർകൂത്ത് അത്തരം ചാക്യാർകൂത്തിന് മത്സരം എപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും ഉണ്ട്. അതിൽ മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു പ്രവണത ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. ഉണ്ട്, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇപ്പോ കൂത്ത് അന്യം നിൽക്കില്ല എന്ന് പറയാൻ കാരണം കൂത്തും കൂടിയാട്ടം കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ കലാമണ്ഡലം ഇപ്പൊ ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പൊ മറ്റ് ചാക്യാർ കളരികളിലുണ്ട്. ഇപ്പൊ മന്നൂർ മാധവ് ചാക്യാരുടെ കളരി, അദ്ദേഹത്തിന്റെ പേരിലുള്ള കളരി ഉണ്ട്. അപ്പൊ അങ്ങനെ കൂത്തിന് പരിശീലിപ്പിക്കാൻ ഒരുപാട് രംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ സാധ്യതകളുണ്ട്. അപ്പോ അവിടേക്ക് ഇതിൽ താല്പര്യത്തോടു കൂടി വരികയും അതിനെ ഒരു തൊഴിലാക്കി എടുക്കുകയും ചെയ്യുന്ന ആളുകൾ താരതമ്യേന ഇപ്പോ കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നുകൂടി റിവൈവ് ചെയ്ത് വരുന്നുണ്ട്, മെച്ചപ്പെട്ടു വരുന്നുണ്ട്. കാരണം അത് നല്ല അഭ്യാസം വേണേ. കാരണം കൂത്തുപോലെ നരേറ്റീവ് എന്നുവെച്ചാൽ വിശദീകരിച്ച് പറയുക, അങ്ങനെ ഒരു ഫോം ലോകത്ത് എവിടെ ഉള്ളതായിട്ട് എന്റെ അറിവില്ല. ഞാൻ പല ഇംഗ്ലീഷ് മാഷന്മാരോടും പ്രൊഫസർമാരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അറിവിൽ ഇങ്ങനെ ഒരാള് ഇംഗ്ലണ്ടിലോ ഏതെങ്കിലും രാജ്യത്ത് വേഷം കെട്ടി വന്ന് അവരുടെ മിത്ത്, നമ്മുടെ പറയാൻ അവർക്ക് പറ്റില്ല, അവരുടെ മിത്തോളജി ഒക്കെ ആസ്പദമാക്കിയിട്ട് പുരാണങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ട് അവര് പറയണവരുണ്ടോന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ അവര് അറിവിലില്ല. വളരെ രസകരമായിട്ടാണ് ഇപ്പൊ സാറ് അവതരിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് അത്രയും രസകരമായിട്ട് അത് ആളുകളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട്? അതിന് ഒരു വേറെ കുറെ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ ഹ്യൂമർ എന്ന് പറയുന്നത് ഒരാളുടെ ഉള്ളിൽ ഉണ്ടാവണം, അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ലൈഫിനോടുള്ള ഒരു അപ്രോച്ചാണ്. അങ്ങനെ ലൈഫിനെ ഹ്യൂമറസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത പല സമുദായങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സമുദായമായിരുന്നു നമ്പൂരിമാര്. അവരുടെ തന്നെയാണല്ലോ ഈ ചാക്യാർകൂത്തും. പഴയ കാലത്തെ നമ്പൂരിമാർക്ക് അത്ര കാണാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. പിന്നീടാണ് അത് ജനകീയാവുന്നതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തായാലും നമ്പൂരിമാർക്ക് സ്വതവേ ഫലിതപ്രിയരാണ്. അപ്പൊ അവരുടെ ഈശ്വര പ്രാർത്ഥനയിൽ പോലും ഫലിതം അങ്ങനെയുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ വെൺമണിയുടെ ഒരു ശ്ലോകം, വെൺമണി മഹൻ നമ്പൂരിപ്പാട്, ഇതിന്റെ ഒരു ശ്ലോകം ഗണപതി വന്ദന, അതിങ്ങനെയാണ്: കുട്ടിക്കുരങ്കമിഴിയ മുമതന്റെ ചട്ട പൊട്ടി കുളിർ തിളകുമ കുളിർകൊങ്ക രണ്ടും മുട്ടിക്കുടിക്കും ഒരു കുംഭിമുഖത്തോടുള്ള കുട്ടിക്കു ഞാൻ കുതുകമോടിത കൈതൊഴുന്നേൻ എന്നാണ്. അപ്പൊ പാർവതിയുടെ കുട്ടിക്കുരങ്ക് എന്ന് പറഞ്ഞാൽ ഈ മാന്റെ മിഴി, ഇളമാൻ കണ്ണി എന്ന് പറയും. അതുപോലെ കണ്ണുള്ള പാർവതിയുടെ രണ്ട് സ്ഥലങ്ങൾ മുലകളും മുട്ടിക്കുടിക്കുന്ന പാർവതിയുടെ മനസ്സിലെ ഗണപതി, ആ ഗണപതിയെ ഞാൻ വന്ദിക്കുന്നു. പിന്നെ ശ്രീകൃഷ്ണന്റെ ഒരു വന്ദനാണ്, ശ്രീകൃഷ്ണനെ വന്ദിക്കുന്നത്. പയ്യപ്പൈക്കുട്ടി തന്നെ പരിചനോട് പിടിച്ചുന്തി നീക്കിയിട്ട് തള്ളപ്പയ്യൻ കാൽക്കൂടണഞ്ഞിട്ടകിടവിടവിട തൻ പതുക്കെ തലോടി തയ്യാറായി മുട്ടുകുത്തി തതനു മുഖമുയർത്തി ചുരത്തും നറുമ്പാലയ്യ മുട്ടിക്കുടിക്കും പശുപശിശുപദം കേവലം മേവലംബം എന്നാണ്. വലുത് മനസ്സിലായോ? കുറച്ച് മനസ്സിലായി. അതായത് പശുപശിശു എന്ന് പറഞ്ഞ പശുവിനെ പാലിക്കുന്ന ശ്രീകൃഷ്ണന്റെ കുട്ടി ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു, അദ്ദേഹത്തിന്റെ പാദങ്ങളെ വന്ദിക്കുന്നു. അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ പൈക്കുട്ടിയോട് മാറ്റിയിട്ട് തള്ളപ്പയ്യന്റെ അകട്ടിൽ പോയിട്ട് ഒന്ന് തലോടി പാല് മുട്ടി കുടിച്ചു. ഇത് അപ്പൊ ഇതിൽ തന്നെ ഒരു സരസത്വം ഉണ്ട്, അവർക്ക് സ്വതയുള്ളതാണ്. പിന്നെ അവരുടെ അങ്ങനെ അവര് പലപ്പോഴായി പറഞ്ഞ ഫലിതങ്ങളെ, അതിപ്പോ വാമൊഴിയായിട്ട് നമ്പൂരി വിഡ്ഢിത്തം എന്നാ അതിനെ പറഞ്ഞിരുന്നത്. പക്ഷെ അത് ശരിക്കും അതിൽ ബുദ്ധിയുടെ പ്രയോഗമുള്ള ഫലിതങ്ങളുണ്ട്, വിഡ്ഢിത്തങ്ങളുണ്ട് അതിൽ. കാരണം ഈ ഹാസ്യം കുറച്ച് വിഡ്ഢിത്തം ഉണ്ടാവും, കാരണം സ്വയം ഒരു വിഡ്ഢിത്തം ചമഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കിയത്, അത് കുറേശ്ശെ ഉണ്ടാവും. അതിപ്പോ പക്ഷെ അത് നമ്പൂരി ഫലിതങ്ങൾ വളരെ ലിറ്റററിയും അതുപോലെ തന്നെ എന്താ പറയാ വിറ്റ് എന്ന് പറയില്ലേ, ടിറ്റ് ഫോർ ടാറ്റ്, ഉരുളക്ക് ഉപ്പേരി കൊടുക്കുന്ന പോലത്തെ ഫലിതങ്ങളൊക്കെ ഇല്ലേ. ഒരാള് നമ്പൂരി ഊണ് കഴിഞ്ഞിട്ട് ഹോട്ടലിലെ ബില്ലിന്റെ കൂടെ കല്ലും വെച്ചു കൊടുത്തു. ഊണിന് ഇപ്പൊ 10 റുപ്യ അന്നത്തെ കാലത്ത് ഒരു കല്ലും കൂടി കൊടുത്തു. എന്താ കല്ലേന്ന് ചോദിച്ചപ്പോ കല്ലുള്ള ചോറിന് കല്ലുള്ള കാശ്. അപ്പൊ ഇത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഈ പ്രയോഗങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മള് ഒരു കളക്ഷൻ ആയിട്ട് കുഞ്ഞുണ്ണി മാഷാണ് പുറത്തു കൊണ്ടുവന്നത്, നമ്പൂരി ഫലിതങ്ങൾ. അത് ഈ മുദ്രാരാക്ഷസം നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പിൽ ഒഴിവ് സമയങ്ങൾ വരുമല്ലോ, അപ്പൊ ഞാൻ നമ്പൂരി ഫലിതങ്ങൾ പറയുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ അന്ന് അഭിനയിച്ചിരുന്നപ്പോഴത്തെ പ്രമുഖ നടൻ ജയരാജ് വാരി, കാരിക്കേച്ചറിസ്റ്റ്, അദ്ദേഹം ഇങ്ങനെ സത്യൻ പ്രേമശ്രമനായ താരങ്ങളെയൊക്കെ അനുകരിച്ച് കാണിക്കും. അപ്പൊ അദ്ദേഹം അന്ന് കാണിച്ചിരുന്ന സാധനം അദ്ദേഹം കാരിക്കേച്ചർ പോലെ ഡെവലപ്പ് ചെയ്തു. ഞാൻ ഈ അന്ന് പറഞ്ഞിരുന്ന ഫലിതങ്ങൾ ഇങ്ങനെയും ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഒരേ റൂട്ടാണ് ഞങ്ങൾ ഒരേ വേരാണ്. ആ വേരിൽ നിന്നുണ്ടായ
രണ്ട് ശാഖകളാണ് ഞങ്ങളെന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ല. അങ്ങനെയാണ് അത് പറഞ്ഞത്. അതെ അതെ. ഒരുപാട് വേദികൾ ഇപ്പൊ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? 92 മുതൽക്ക് പറയാൻ വേദി കൂടി ഒരുപാട് അതിന്റെ എണ്ണം നഷ്ടപ്പെട്ടു. എത്രയാണെന്ന് അറിഞ്ഞൂടാ. നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ഓരോ വേദികൾ കഴിയുമ്പോഴും. അതെന്താ വെച്ചാലേ പല സ്ഥലത്ത് നമ്മൾ അവതരിപ്പിക്കും. നമ്പൂരി ബലിതങ്ങൾക്കുള്ള ഒരു ചെറിയൊരു പ്രശ്നം നേരത്തെ പറഞ്ഞതാ. അത് ചില സ്ഥലത്തും ചില ജനറേഷനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ തലമുറ ഇല്ല. അപ്പൊ ഒരു നമ്പൂരി ബലിതം ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ടെക്സ്റ്റിലൊന്നും ഇല്ല. ഞാൻ അത് കണ്ടുപിടിച്ചത് പടിഞ്ഞാറേപ്പാട്ട് മനാന്നുണ്ട് മനയുണ്ട് വളാഞ്ചേരി. അവിടെ ഒരു സദ്യക്ക് ഞാൻ പോയപ്പോ 2 നമ്പൂരിമാരത് ബലിതം സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരാള് ചോദിച്ചു, ഈ വണ്ടി വന്നിട്ട് എത്ര കാലമായി ഉണ്ടാവും? മറ്റേ ആള് പറഞ്ഞു ഒരു 60 കൊല്ലമായി ഉണ്ടാവും. കമ്പാർട്ട്മെന്റ് കണ്ട ഒരു 600 കൊല്ലത്തെ പഴക്കമുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായി ഫലിതം. ഇങ്ങനെ ഇവര് പല സന്ദർഭങ്ങളിൽ പല കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ ഫലിതങ്ങളെ അന്ന് ഈ കോണ്ടെക്സ്റ്റ് മാറ്റി നമ്മള് അതിനെ കണ്ടംപറൈസ് ചെയ്യും. ഇപ്പൊ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ ആലോചന. ഇപ്പൊ പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നു അന്ന്. ഇപ്പൊ അതിന്റെ പേര് മാറ്റി വേറെ എന്തൊക്കെയാ നീതി ആയോഗ് എന്നൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. അതിന് ഞാൻ പഞ്ചവത്സര പായസം എന്ന പേരിട്ടിരുന്നത്. അതെന്താണ് അങ്ങനെ ഒരു പേര്? പേരിട്ടു. പഞ്ചവത്സര പദ്ധതി ഒരു പഞ്ചവത്സര പദ്ധതിയും അതിന്റെ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയിട്ടില്ല. ഇതിന്റെ അവലോകന റിപ്പോർട്ട് വരുമ്പോ നമുക്ക് നോക്കിയാൽ അങ്ങനെ പേപ്പറിൽ നിന്ന് മനസ്സിലായിപ്പോ. അപ്പൊ ഇത് ആലോചന ഇല്ലാത്തോണ്ടാണ് ഈ പദ്ധതി വേണ്ട പോലെ ആവാത്തത്. പക്ഷെ ആലോചന ഇല്ലാത്തോണ്ടല്ല, ആലോചന ഉണ്ട്. ആ ആലോചന ഏതുപോലെ ആണെങ്കിൽ ഇല്ലാത്തൊരു കാളയുണ്ടായിരുന്നു. ഈ കാളയുടെ ഒരു കൊമ്പ് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കും, മറ്റേ കൊമ്പ് ഇങ്ങനെ വളഞ്ഞ് ശരിക്കും റാന്ന് എഴുതി കൊടുക്കണം. രണ്ടും കൂടി കൂട്ടിമുട്ടി. അപ്പൊ ഇല്ലത്തെ ഉണ്ണിയമ്പൂരി കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കാളയുടെ കൊമ്പ് തിരക്കിട്ടില്ല, കാളയുടെ കൊമ്പ് തിരക്കിട്ടില്ല, കാളയുടെ കൊമ്പ് കാണാൻ എന്തൊരു രസം എന്ന് പറഞ്ഞിട്ട് ഈ കൊമ്പിന്റെ ഉള്ളിൽ കൂടെ തലയിട്ടു. തലയിട്ടപ്പോ ഊരാൻ പറ്റില്ല. അയ്യോ അമ്മേ കാള കുത്തുറു ഇടിക്കണു എന്നൊക്കെ പറഞ്ഞു നലോളിച്ചപ്പോ ആരൊക്കെയോ കൂടി വന്ന് ഈ കാളയുടെ കയറ് പിടിച്ചവിടെ നിർത്തി പതുക്കെ 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 ഈ നമ്പൂരിന്റെ തലയിന്ന് ഊരി. തല ഊരിപ്പോ ആശ്വാസായി. എന്താ അങ്ങനെ ആലോചിക്കണ്ട് ചെയ്ത് ആലോചിക്കണ്ട് കാളയുടെ കൊമ്പിന്റെ ഉള്ളിൽ. അത് മാത്രം താൻ പറയരുത്, ആലോചിക്കണ്ട. 3 ദിവസം ഞാൻ ഉറക്കൊഴിച്ചിരുന്ന് ആലോചിച്ചു. എന്താ ആലോചിച്ചു? കാളയുടെ കൊമ്പിന്റെ മുമ്പിൽ കൂടെ വേണോ തലയിടാൻ, പിന്നീ കൂടെ വേണോ തലയിടാൻ? 3 ദിവസം ആലോചിച്ചിട്ടായിരുന്നു. ആലോചിച്ചില്ല പറയരുത്. ഇങ്ങനെയാണ് പഞ്ചവത്സര പദ്ധതിയുടെ ആലോചന അങ്ങനെ കണക്ട് ചെയ്യണം. അപ്പോ കുറെ മീറ്റിംഗ് നടക്കും. ഇപ്പൊ അന്റാർട്ടിക്കയില് മഞ്ഞുരുകണെ പറ്റി ഇപ്പൊ മീറ്റിംഗ് നടക്കുന്നുണ്ട്. മഞ്ഞ അവിടെ ഒരുക്കണ്ടോ? ഇവിടെ ഇരുന്ന് ഈ എന്താ പറയാ പരിസ്ഥിതി മലിനീകരണത്തിലുള്ള മീറ്റിംഗ് പഞ്ചനക്ഷത്ര ഹോട്ടലിലെ AC റൂമിൽ ഇരുന്നിട്ട് മറ്റേ മിനറൽ വാട്ടർ കുടിച്ചിട്ട് ആലോചിക്കുക. ഈ AC ആണ് ഏറ്റവും കൂടുതൽ ഈ ഓസോൺ ലെയറിൽ ഡിപ്ലീഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മീറ്റിംഗ് നടക്കും, പ്രകൃതി എന്റെ ഒഴിക്കും എന്നുള്ള ഒരു സാധനത്തിൽ നിന്ന് ആണ് ഈ ആലോചന കണ്ടെത്തി. ഇങ്ങനെ ഓരോന്നും നമ്മള് ഇങ്ങനെ കോണ്ടംപറൈസ് ചെയ്യണം. ഇങ്ങനെ 2 നമ്പൂതിരി നടന്നു പോകുമ്പോ ഒരാള് പെട്ടെന്ന് അവിടെ ഇരുന്നു. എന്തോ പാമ്പ് കടിച്ചു കൊണ്ട് അവിടെ ഇരുന്നു. ഏത് കാലുമ്പല വെച്ചു? ഇടത്തെ കാലുമ്പല. അപ്പൊ ഇടത്തെ കാലുമൊന്നും കാണാനില്ലോ. നഞ്ഞിപ്പോ വലത്തെ കാലുമ്പലാവൂ. വലത്തെ കാലം അതുമൊന്നും കാണില്ല, ഇതുമൊന്നും ഇല്ല. നഞ്ഞിപ്പോ വേറെ വല്ലവരുടെയും കാലുമ്പലാവോ കടിച്ചെന്ന്. വേറെ വല്ല കളിച്ചു ഇയാൾക്ക് പേരെടുക്കും. അപ്പൊ ഇങ്ങനെ കുറെ ഈ വിഡിത്തങ്ങളും ബുദ്ധിയും കലർന്ന ഫലിതങ്ങളെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഷോ ആയിരുന്നു. അതില് കഥകളി മറ്റേ ഈ ഓട്ടംതുള്ളി ഒക്കെ വരും. അതിൽ ചെറിയ ചെറിയ പദങ്ങളൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ ഒരു ഫോം ഉണ്ടാക്കിയെടുത്തു. ഒരുപാട് നല്ല നല്ല സിനിമകള് ഞങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. കസ്തൂരിമാൻ, ജോർജ് ഏട്ടൻപൂർ, അങ്ങനെ ഒരുപാട് ഫിലിംസ്. എങ്ങനെയായിരുന്നു ഫിലിം രംഗത്തേക്കുള്ള ആ ഒരു ചവിട്ടുപടി? എങ്ങനെയായിരുന്നു ഫിലിം രംഗത്ത്? നമ്മളിങ്ങനെ 1 മാൻ ഷോ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് KB മധു എന്നൊരു സംവിധായകൻ, അയാൾ ഈ ദീപസ്തംഭം മഹാശ്ചര്യം, അയാള് ജയരാജില്ലേ സംവിധായകൻ, ശാന്തം ഒക്കെ എടുത്ത ജയരാജൻ, അയാളുടെ ദേശാടനം, ആ ജയരാജന്റെ അസോസിയേറ്റ് ആയിരുന്നു ഈ മധു. അപ്പൊ മധു വഴിക്ക് ഞാൻ ജയരാജനെ പരിചയപ്പെട്ടു. അപ്പൊ എന്തെങ്കിലും ചെയ്യാം നോക്കെന്ന് പറഞ്ഞു. അതിനുശേഷം മധു അതിന് മുമ്പ് ഒരു പടം മധു എടുത്തു, അതാണ് വിനയപൂർവ്വം വിദ്യാധരൻ. അതിൽ ജഗതി നായകൻ. അതിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഇട്ടൂപ്പ് എന്ന് പറഞ്ഞ ഒരു വണ്ടി ബ്രോക്കായിട്ട്. അതിനുശേഷം ജയരാജന്റെ 2ാമത്തെ പടമാണ് ജയരാജ് സംവിധാനം ചെയ്ത IM വിജയൻ നായകനായിട്ടുള്ള ശാന്തം എന്നുള്ള സിനിമ. അതിൽ ഞാൻ ഒരു ഇളയതിന്റെ വേഷം അഭിനയിക്കും. 3ാമത്തെ പടമാണ് എനിക്കൊരു ബ്രേക്ക് എന്ന ലോഹിദാസിന്റെ കസ്തൂരിമാൻ. അല്ല അച്ഛന്റെ വേഷമാണ്. എനിക്കൊരു മേൽവിലാസം ഉണ്ടായിരുന്നു. എനിക്ക് മേൽവിലാസം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് വന്നതോടുകൂടി നമുക്കൊരു മേൽവിലാസം ഉണ്ട്. പിന്നെ ഞാൻ അച്ഛൻ ചെയ്തത് പൊറിഞ്ചു മറിയാൻ ജോഷി സാറിന്റെ പടം. അതിൽ ഞാൻ ഫാദർ ഇരുമ്പൻ എന്നൊരു ക്യാരക്ടർ.
പിന്നെ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി ദിലീപിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ അതിൽ ഞാൻ കാവ്യമാധവന്റെ ഉപ്പയായിട്ട് ഒരു അത്തറ കോയ അത് ചെയ്തു. പിന്നെ അടുത്ത കാലത്ത് ഇറങ്ങിയ 2018 പ്രളയ സിനിമ അതിൽ ഞാൻ ഒരു വേഷം ചെയ്തു. അച്ഛനല്ല, വേറെ ഒരു സ്കൂൾ ഭാഷ വേഷം ചെയ്തു. അങ്ങനെ ചെയ്ത പടങ്ങളിൽ ഒക്കെ ഗംഭീരമായ പടങ്ങളാണ് ചെയ്തത്. പിന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ കുറെ പടങ്ങളിലുണ്ട്. അതെ, അതുപോലെ തന്നെയാണ് ആക്ഷേപഹാസ്യം സാർ ചെയ്തിട്ടുള്ള എല്ലാം വളരെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അതെ. എങ്ങനെയാണ് ഇങ്ങനെ സഡൻലി ആക്ഷേപഹാസ്യം ഒക്കെ നമുക്ക് ഇങ്ങനെ വരുമോ? അത് അങ്ങനെ വരും. അതിന് ആക്ഷേപഹാസ്യം ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മള് ഈ അറ്റ്മോസ്റ്റ് കണ്ടംപററി ആയിരിക്കണം. കറന്റ് അഫയേഴ്സ് മുഴുവൻ നമുക്ക് അറിയണം, ഇൻക്ലൂഡിങ് പൊളിറ്റിക്സ്, രാഷ്ട്രീയം അടക്കം അറിയണം. രാഷ്ട്രീയം ചിലപ്പോൾ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല വേദികളിൽ, അത് വേറെ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ചാക്യാർ കൂത്ത് എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ സാമൂഹ്യ വിമർശനം. അതിന് ഇന്ന് ഇപ്പൊ പാഞ്ചാലി സ്വയംവരം എന്ന് പറഞ്ഞ ആളുകൾ ചിരിക്കും, പക്ഷെ അതിന് ഇന്നത്തെ കണ്ടംപററി സൊസൈറ്റിയിൽ റിലവൻസ് താരതമ്യേന കുറവാണ്. വേറെ തരത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഓട്ടംതുള്ളലിന് പിന്നെയും റിലവൻസ് ചാക്യാർ കൂത്തിന് ഉണ്ടില്ല എന്നല്ല. ഓട്ടംതുള്ളലിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ ഈ എന്താ പറയാ ബൈക്കുമ്പോ ഒന്ന് മാല പൊട്ടിക്കുന്നുണ്ട്, അതുപോലെ സ്ത്രീകളെ തള്ളിയിട്ട് ഇന്നാളൊരു വാർത്ത കണ്ടെന്ന് വെച്ചാൽ ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ അതിന്റെ പേരിൽ സ്കൂട്ടർ കൊണ്ട് ഇടിച്ചിട്ട് എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചപ്പോ കഴുത്തിൽ പിടിച്ച് കഴുത്തിൽ മാല പൊട്ടിക്കാനാണ്. അപ്പൊ ഇങ്ങനെ ബൈക്കുമ്പോ ഒന്ന് മാല പൊട്ടിക്കണത് കുഞ്ചന്തമ്പേര് ബൈക്ക് കുഞ്ചന്തമ്പേർക്ക് പറയാൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷെ അത് ബൈക്കില്ലല്ലോ. പക്ഷെ അദ്ദേഹം പറയുന്നത് ഈ ശമന്തകം ഓട്ടംതുള്ളലില് കുമ്മിണിയമ്മേ നമ്മുടെ നാട്ടിൽ പൊന്മണി കെട്ടി നടപ്പന്മേല മണി കണ്ടാലും തുണി കണ്ടാലും മടികൂടാതെ പിടിച്ചു പറിക്കും യജമാനന്മാർ കട്ടു തുടർന്നാൽ മറ്റു ജനത്തിനു മടിയുണ്ടാമോ നിന്നോതിക്കൊൻമുള്ളും നേരം ഉണ്ണികൾ മരമേറിയിട്ടും മുള്ളും എംബ്രാൻ അപ്പം കട്ടു ഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. ഇതിൽ ഈ അവസാനം പ്രതി കേൾക്കാത്ത മലയാളി ഉണ്ടാവില്ല. അതിന് മുമ്പത്തെ പതെടുത്ത് അതിനൊന്നും പ്രസക്തിയുണ്ട്. പിന്നെ നമ്മുടെ മന്ത്രിമാര്, അത് കേന്ദ്രമന്ത്രി കേരളമന്ത്രി വ്യത്യാസമില്ല, മന്ത്രിമാരുടെ ഈ അകമ്പടിയോടുള്ള പോക്കുണ്ടല്ലോ, അതിനെ വേറൊരു തരത്തിലെ കുഞ്ചനമ്പേര് വർണ്ണിച്ചിട്ടുണ്ട് ഈ സെമന്തകത്തിൽ തന്നെയാണ് ഓട്ടംതുള്ളൽ. അടുത്ത എന്റെ ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഒരു സമകാലീന സംഭവങ്ങൾ ഏതെങ്കിലും ഉൾപ്പെടുത്തി ഒരു ചെറിയൊരു ആക്ഷേപഹാസ്യം അവതരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. കൊട്ടാരത്തിൽ കൊച്ചുപണിക്കൊരു വേട്ടയ്ക്കായി പോകണമെന്നാൽ മുമ്പിൽ ഒരു 50 കമ്പടി വേണം, പിന്നെ ചിലവക വേറെ വേണം, പെട്ടിയെടുപ്പാൻ ഭട്ടരു വേണം, കാലുതിരുമ്മാൻ നായരു വേണം, വേലുക്കോരനു വരികെ വേണം, സഞ്ചിയെടുപ്പാൻ പൊതുവാൾ വേണം. ഇത് കൊച്ചുപണിക്ക് വേട്ടയ്ക്ക് പോകണമെങ്കിൽ സജ്ജീകരണം ഏതാണ്ട് ഇതിന്റെ ഒരു ആധുനികാനുകരണമാണ് ഈ മന്ത്രിമാരെ യാത്ര. അത് കേന്ദ്ര ആയിക്കോട്ടെ കേരള ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോ ഇത് നമ്പ്യാര് അന്ന് കണ്ടെഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ചിന്തിക്കേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിഭ. പിന്നെ ചാക്യാർ കൂത്ത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, അതുപോലെ ഒരു നരേഷൻ, നരന് മാത്രല്ലേ നരേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വാനരൻ കനോട്ട് നരേറ്റ്. ഒരു കുരങ്ങിന് സംസാരിക്കാൻ പറ്റില്ല, മനുഷ്യന് സംസാരിക്കാം. അപ്പൊ നരന്റെ ഏഷണിയാണ് നരേഷൻ. കാരണം നരന് മാത്രമേ നരേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു നരേഷൻ കൊടുക്കാൻ പറ്റും. അതെ, ഇതിപ്പോ ഇത് ഇംഗ്ലീഷിന് വാക്ക് നരേഷൻ, അതിന് നമ്മൾ മലയാളാക്കി നരന്റെ ഏഷണി നരേഷൻ. അതെങ്ങനെയാ എനിക്ക് തോന്നണെന്ന് വെച്ചാൽ അതിന് ഗുരുകൃപ, ദേവിയുടെ അനുഗ്രഹം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അത് നമുക്ക് തോന്നണം. അതെ, അല്ലാണ്ട് പിന്നെ അത് ഒന്നും എന്റെ ഉള്ളിൽ ഹ്യൂമർ ഉള്ളത് കൂടി ആവാം. അതെ. അപ്പൊ ഈ ചാക്യാർ കൂത്തിലെ ഒരു ചെറിയ സാധനം ഞാൻ പറയാം. ഈ മന്ത്രാംഗം കൂത്തില് പേക്കഥകളുണ്ട്, ചെറിയ ചെറിയ കഥകൾ പറയും. അതിലെ ഒരു രാവണന്റെ പരാക്രമം വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് കൂത്തര പറഞ്ഞ പോലെ ഞാൻ പറയാം. അപ്പൊ നമ്മുടെ മലയാളത്തിന്റെ ഒരു ആക്ടർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം, അതിന്റെ ഒരു ശൈലി നമുക്ക് മനസ്സിലാവും. എങ്കിലോ പണ്ട് പുലസ്ത്യഗോത്ര സംഭൂതനായിരിക്കുന്ന ദശകണ്ഠനുണ്ടായതിന്റെ ശേഷം അനുജന്മാരായിരിക്കുന്ന കുംഭകർണ വിഭീഷണന്മാരോടുകൂടി ഉത്തരഗോകർണാശ്രമത്തെ പ്രാപിച്ച് ജഗൽ സ്രഷ്ടാവായിരിക്കുന്ന ബ്രഹ്മാവിനെ കുറിച്ച് അതിക്രൂരമായിരിക്കുന്ന തപസ്സു ചെയ്ത് മാനുഷന്മാരിൽ നിന്നും മഞ്ഞന്മാരാൽ അവധ്യത്വമാകുന്ന വരത്തെ സമ്പാദിച്ച് തൻ്റെ അനുജന്മാരോടുകൂടി അവിടെ നിന്ന് പുറപ്പെട്ട് കുലരാജധാനിയായ ലങ്കയിലെത്തി അഭിഷിക്തനായി സ്വൈരമാകും വണ്ണം അധിവസിച്ചു വരുന്ന കാലത്തിങ്കൽ
വൈശ്രവണൻ അയച്ച ദൂതന്റെ മുഖത്തു നിന്നും തന്റെ വധവാക്യത്തെക്കുറിച്ച് കേട്ട് കോപിച്ച് പുറപ്പെട്ട് അളകാ രാജധാനിയെ പ്രാപിച്ച് വൈശ്രവണന് ജയിച്ച് പുഷ്പവിമാനത്തെ സമ്പാദിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്ന വഴിക്ക് വഴിതെടുത്ത കൈലാസം പർവ്വതത്തെ എടുത്ത് അമ്മാനമാടി ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിച്ച് ചന്ദ്രഹാസത്തെ സമ്പാദിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് മരുത്തനെ ജയിച്ച് അന്തകനെ ജയിച്ച് പാതാളത്തെ പ്രാപിച്ച് നാഗങ്ങളെ ജയിച്ച് നിവാത കവചന്മാരുമായി സഖ്യം ചെയ്ത് സ്വർഗലോകത്തെ പ്രാപിച്ച് ഇന്ദ്രാദിദേവകളെ ജയിച്ച് തൻ്റെ രാജധാനിയായ ലങ്കയിലെത്തി ത്രൈലോക്യ ഐശ്വര്യ ഗർഭിതനായിട്ട് പുത്രമൗത്രാമാത്യാദികളോടുകൂടി അധിവസിപ്പൂതും ചെയ്തു എന്നാണ്. എന്താ ഉണ്ടായേ? ഇതാണ് എനിക്ക് ഇത്രയും ലളിതമായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്താ ഉണ്ടായത്? ഇത് ഒരു ചെറിയ സാധന. ഇത് ചെറിയ സാധനമാണോ? ഇത് കുതിരടം നമ്മുടെ ഇതിൽ പറഞ്ഞില്ലേ വെള്ളാണ് ഇത് ചെറുത്, വലുത് വേറെ വരുന്നുണ്ട്, വലുത് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ആക്ടർക്ക് എങ്ങനെ പല തരത്തിൽ ഇത് പറയാൻ സാധിക്കും എന്നുള്ളൊരു അഭ്യാസ കളരിയാണ്. ഇത് പറഞ്ഞ് എനിക്കിപ്പോ ചാക്യാർക്ക് ഇതിൽ അങ്ങനെ ഗുരു ഇല്ലാന്ന് പറയാൻ പറ്റില്ല. വല്ലച്ചറ ചാക്യാരുണ്ട്, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. കിടങ്ങൂർ കുട്ടപ്പ ചാക്യ, അദ്ദേഹം തന്നെ മുദ്രാരാക്ഷം നാടകത്തിന് വേണ്ടി ഞാൻ കൂത്ത് പഠിച്ചു പറഞ്ഞു, സൂത്രധാരന്റെ വേഷം ചെയ്യും. അത് അദ്ദേഹം പഠിപ്പിച്ചത്. എണ്ണങ്ങളൊക്കെ പഠിപ്പിക്കും. പിന്നെ നമ്മൾ കൂത്ത് കേട്ട് 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 ഇതിന്റെ പറയണ രീതി വശാക്കണം. പിന്നെ നമ്മൾ പുരാണങ്ങൾ വായിക്കണം, ഓട്ടംതുള്ളൽ വായിക്കണം. ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ അവർ 8 പേപ്പർ മിനിമം വായിക്കണം. കാരണം പല പേപ്പറിന്റെ പല വാർത്തകൾ വരും. അപ്പൊ ഇങ്ങനെയൊക്കെ കൂടിയിട്ട് പൊതുജനങ്ങളെ രസിപ്പിക്കുന്ന തരത്തിൽ ഒരു രസിപ്പിക്കലാണല്ലോ കല. കലയുടെ പ്രാഥമിക ധർമ്മം രസിപ്പിക്കലാണ്. അങ്ങനെ ഉണ്ടാക്കി ഇപ്പോ 92 മുതൽ ഇതിപ്പോ എത്രയാ 2024 32 കൊല്ലായിട്ട് ഞാൻ എന്റെ ദേഹത്തിന് വലിയ പരിക്ക് പറ്റാണ്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് പരിപാടി ചെയ്യുന്നുണ്ട്.